മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് പുതിയ മദ്യം, കേരളത്തിന്റെ പുതിയ മദ്യത്തിന് പേരിടാൻ അത് സംസ്ഥാനം എല്ലാ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ആർക്കും പേരിടാനുള്ള അവസരമുണ്ട്. പക്ഷെ ഇതിനെതിരെ പല കോണുകളിൽ നിന്നും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. മദ്യത്തിന് പേരിടൽ മത്സരം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് തന്നെ പരാതി വരികയാണ്. പാലാ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷനാണ് പരാതി നൽകിയത്. മത്സരം ഭരണഘടനാ വിരുദ്ധവും അബ്കാരി ആക്ടിന്റെ ലംഘനവുമെന്നാണ് പരാതി. ബീവറേജസ് കോർപ്പറേഷൻ ചെയർപേഴ്സണെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം ചേരും. പക്ഷേ പലരും ഇതിനകം തന്നെ പേരുകൾ അയച്ചിട്ടുണ്ടാകും. എന്ത് പേരിടണം എന്നതിനെ പറ്റിയൊക്കെ പലരും പല കോണുകളിൽ നിന്ന് പല പേരൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ആദ്യം അനന്തരനോട് എനിക്ക് ചോദിക്കുകയാണ്, അനന്തരൻ പേര് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പേരിടും? ഞാനൊരു പേര് സജസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഗതി സംസ്ഥാന സർക്കാരിൻ്റെ ഡിസ്റ്റിലറിയിൽ ഉണ്ടാക്കുന്ന ബ്രാൻഡിക്ക് വേണ്ടി ഒരു പേര് നിർദ്ദേശിക്കുകയും ലോഗോ നിർദ്ദേശിക്കുകയും ചെയ്തത്. പക്ഷേ അത് വന്നപ്പോൾ തന്നെ ഇവിടെ അതിന് എൻ്റെ ഒരു അനുഭവം പറയാം. അപ്പോൾ ഇത് ബെവ്കോയിൽ നിന്ന് ഇതിൻ്റെ റിലീസ് കിട്ടി, ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഈ ലോഗോയും ബ്രാൻഡിക്ക് പേരും ഇടാനുള്ള ഇത് കിട്ടി. അപ്പം ഞാനിവിടെ ഡെസ്കിൽ വന്ന് ചോദിച്ചു, ഇതിങ്ങനൊരു വാർത്തയുണ്ട്, ഇത് എന്ത് ചെയ്യണം എന്നുള്ളത്, നമ്മളിത് എങ്ങനെ ഏത് രൂപത്തിൽ അപ്പം ആദ്യം നമ്മൾ വിചാരിച്ചു സ്ക്രോളായിട്ട് കൊടുത്താൽ മതിയോ എന്നുള്ളത്. അപ്പം സ്ക്രോളായിട്ട് കൊടുത്താൽ മതിയോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പോരാ, ഇത് നമുക്ക് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് തന്നെ കൊടുക്കാം. അങ്ങനെ നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ടാണ് കൊടുത്തത്. കാരണം എന്താ പറയുക, ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്. ഇതിനകത്തെ ഒരു കൗതുകമെല്ലാം നമുക്ക് അന്നേരം മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുത്തത്. അപ്പം തന്നെ അത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചയായി. പല പല പേരുകൾ പറഞ്ഞുകൊണ്ടും പല പല ലോഗോയും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും അത് ഈ മദ്യവർജന അനുകൂലിക്കുന്ന ആൾക്കാർ വളരെ വലിയ വിമർശനമാണ് ഇതിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ഈ സർക്കാർ തന്നെ പറഞ്ഞത് അങ്ങനെയുള്ള മദ്യ നിരോധനം എന്ന് UDF സർക്കാർ പറഞ്ഞ സമയത്ത് മദ്യവർജനം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെ അധികാരത്തിലേറി. അപ്പൊ മദ്യം വർജിക്കാൻ വേണ്ടി കൂടുതൽ മദ്യം കൊണ്ടുവന്ന് മദ്യപാനികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണോ മദ്യം വർജിപ്പിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു. അതെ, പുതിയ ഡിസ്റ്റിലറി തുടങ്ങാനുള്ള തീരുമാനമൊക്കെ അത് അത്തരം വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. പക്ഷേ ഗവൺമെന്റ് പറയുന്നത് അങ്ങനെയല്ല. ഗവൺമെന്റിൻ്റെതായ വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനം നിലനിൽക്കുമ്പോഴും ഒന്നാം പിണറായി സർക്കാർ വന്നപ്പോൾ അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ അന്തരിച്ച മലയാളത്തിൻ്റെ പ്രിയ നടി KPS ലളിതയൊക്കെ അഭിനയിച്ച പരസ്യം. കാരണം പൂർണ്ണമായും ഒഴിവാക്കും, അതായത് ഘട്ടം ഘട്ടമായി മദ്യം ഒഴിവാക്കും. പിന്നെ നമ്മൾ കണ്ട കാഴ്ച അതിനു മുൻപിലത്തെ UDF സർക്കാർ പൂട്ടിയ ബെവ്കോ ഔട്ട്ലെറ്റുകളൊക്കെ മുഴുവൻ തുറക്കാനുള്ള തീരുമാനം, ബാറുകൾ കൂടുതലായിട്ട് അനുവദിക്കുന്ന ഈ ഒടുവിൽ വന്ന മദ്യനയത്തിൽ തന്നെ ഏറ്റവും വലിയ ആശയക്കുഴപ്പം. മദ്യനയം താമസിക്കാൻ തന്നെ കാരണം ഈ ഡ്രൈ ഡേ മാറ്റണോ എന്നുള്ളത് സംബന്ധിച്ച തർക്കമായിരുന്നു. അത് ഗവൺമെന്റിന് താല്പര്യമുണ്ട്, പക്ഷേ മുന്നണിയിൽ അതിന് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടാകാത്തത് കൊണ്ടെന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ ഈ ഒടുവിൽ ഈ ബ്രാൻഡിയുടെ പേര് നിശ്ചയിക്കാനുള്ള തീരുമാനവും കൂടെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരു പ്രോത്സാഹനത്തിന്റെ സ്വഭാവം ഉണ്ട്. അതിനെ നമ്മൾ ഇതിൽ ചിരിക്കുന്നുണ്ടെങ്കിലും തമാശവൽക്കരിക്കുന്ന അതിനപ്പുറത്തേക്ക് അനന്തരൻ സൂചിപ്പിച്ച പോലെ ഈ മദ്യനയത്തിൽ ഇടതുപക്ഷ സർക്കാർ എന്ത് നയത്തിലേക്ക് എത്തുന്നു, നയ വ്യതിചലനമൊക്കെ ഉണ്ടോ എന്നുള്ള ചോദിച്ചാൽ അതൊക്കെ അവിടെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് എവിടെ വന്നെത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അല്ല, അത് വളരെ തീർച്ചയായിട്ടും. അതായത് മദ്യവർജനം അല്ലെങ്കിൽ മദ്യ നിരോധനവും മദ്യത്തിന്റെ ലഭ്യത പൂർണ്ണമായിട്ടും ഇല്ലാതാക്കലല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം ഈ ഗവൺമെന്റിന്റെ തന്നെ കാലത്ത് അടുത്തിടെയാണ് ബെവ്കോയിൽ ഈ ഡോർ ടു ഡോർ മദ്യത്തിന്റെ ഡെലിവറി സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടായത്. ഓൺലൈൻ, അതായത് ഈ ഫുഡ് ഡെലിവറി ആപ്പ് വഴി മദ്യം കൊടുക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ, ആ ചർച്ചകൾ ബെവ്കോയിൽ ഉണ്ടാകുന്നു എന്നിടത്ത് തന്നെ നമുക്ക് ആ ചർച്ചകൾ ഉണ്ടാകണമെങ്കിൽ സർക്കാരിൻ്റെ ഒക്കെ ഒരു കത്തിടപാട് നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഒരു കത്തിടപാട് നടക്കുമ്പോൾ ഇങ്ങനൊരു ചർച്ചയെ പാടില്ല എന്ന് ഗവൺമെന്റിന് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നു. പക്ഷേ അതിൻ്റെ സാധ്യതകൾ ഗവൺമെന്റ് അന്വേഷിക്കുന്നുണ്ട്, ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ മദ്യം ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ് കേരളത്തിന്റെ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ടാക്സ് ഒരുപാട് രക്ഷകൻ, ആ രക്ഷകൻ എന്നുള്ള പേര് അതെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇത് മാത്രമാണ് വരുമാനം, ഇതിൽ മാത്രമേ സർക്കാരിന് ഇനി പണം സ്വരൂപിക്കാൻ സാധിക്കൂ എന്നുള്ളത് കണ്ടുകൊണ്ടാണോ ഇങ്ങനെ ഒരു തീരുമാനം? തീർച്ചയായിട്ടും. നമ്മുടെ ഒരു സർക്കാർ ഇറക്കുന്ന ഒരു ബ്രാൻഡിയുടെ പേര് തന്നെ ജവാൻ എന്നാണ്. അറിയാമല്ലോ, ജവാൻ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നതാണ് ജവാൻ. അപ്പം മറ്റേതിന് സ്വാഭാവികമായിട്ട് രക്ഷകൻ എന്ന് പേരിട്ടാലോ അല്ലെങ്കിൽ കാവൽ എന്ന് പേരിട്ടാലോ ഒന്നും പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ശരി, എന്തായാലും എന്ത് രക്ഷകനായി തന്നെയാണ് സർക്കാർ മദ്യത്തെ കാണുന്നത് എന്നതിൽ സംശയമൊന്നുമില്ല. എന്നാലും പേരിടാൻ വേണ്ടി ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അതിനെതിരെ പരാതികൾ പല കോണുകളിൽ നിന്ന് വരുന്നു. അതേസമയത്ത് തന്നെ എന്താണ് ഇടതുപക്ഷ സർക്കാരിന്റെ മദ്യനയം? മദ്യം വർജിക്കുന്നത് മദ്യപിക്കാൻ മദ്യപാനികളെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണോ മദ്യവർജനം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.